കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കാസർഗോഡ് റാണിപുരത്ത് ഇനി പുത്തൻ കാഴ്ചകൾ. അതെ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാസർഗോഡിൻ്റെ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായ റാണിപുരത്താണ്. ഇപ്പോൾ ഇവിടെ സഞ്ചാരികൾക്കായി ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് തുറന്നിരിക്കുകയാണ്. എന്നാൽ നമുക്ക് സമയം കളയാതെ ആ മനോഹര കാഴ്ചയിലേക്ക് പോയാലോ? ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ കാർ പാർക്ക് ചെയ്യുന്നതിനായി വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായി പോവുകയാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഓരോ റൈഡിൻ്റെയും പ്രൈസ് എഴുതി വച്ചിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിനൊപ്പം അഡ്വഞ്ചർ പാർക്ക്, സിപ്പ് ലൈൻ, കേബിൾ കാർ തുടങ്ങിയ വിനോദങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈഡ് മാത്രം ചൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൈസ് മാത്രം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അകത്ത് പ്രവേശിക്കാവുന്നതാണ്. പിന്നെ കോംബോ ഓഫറും അവൈലബിൾ ആണ് കേട്ടോ. ഇവിടുത്തെ പ്രവേശന സമയം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. ഈ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള എൻട്രി. ഗ്ലാസ് ബ്രിഡ്ജിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ചെരുപ്പുകൾ റാക്കിൽ വയ്ക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെരുപ്പുകൾ അവിടെ വെച്ചതിന് ശേഷം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുകയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും പേടി തോന്നാറുണ്ട്. ഞാനത് കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സേഫായിട്ടാണ് എല്ലാ കാര്യങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. സുതാര്യമായ ഗ്ലാസിന് മുകളിലൂടെ നടക്കുമ്പോൾ വായുവിൽ ഒഴുകി നടക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ആകാശത്ത് നിൽക്കുന്നത് പോലെയോ ഉള്ള ഒരു അനുഭവം സഞ്ചാരികൾക്ക് ലഭിക്കും. കാഴ്ചകളെ പോലും മറച്ചു കളയുന്ന രീതിയിൽ ഇവിടെ കോടമഞ്ഞ് വരാറുണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് അത് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കാനും സാധിച്ചില്ല. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വരുന്നവർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കും യുവാക്കൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അഡ്വഞ്ചർ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. വെറുതെ കാഴ്ചകൾ കണ്ട് മടങ്ങുന്നതിന് പകരം കുറച്ച് സമയം പ്ലാൻ ചെയ്ത് ഫാമിലിയായി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരിടമാണ്. നിങ്ങൾ ആ കേബിൾ കാർ വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് അത് വരുന്നതും പോകുന്നതും കാണാനായിട്ട്. കേരളത്തിൽ കേബിൾ കാർ സംവിധാനങ്ങൾ വളരെ കുറവാണ്. റാണിപുരത്ത് ഇത് വരുന്നതോടെ ടൂറിസ്റ്റുകൾക്ക് അതൊരു പുത്തൻ അനുഭവമാകും. മലനിരകൾക്ക് മുകളിലൂടെ പോകുന്ന കേബിൾ കാറിലിരുന്നു കൊണ്ട് ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ഒട്ടും ആയാസമില്ലാതെ ആസ്വദിക്കാൻ സാധിക്കും. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഗ്ലാസിൽ കൂടെ നോക്കിയപ്പോൾ താഴെ വെള്ളച്ചാട്ടം നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1050 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളുടെ 360 ഡിഗ്രി മനോഹര കാഴ്ചയാണ് ഈ ഗ്ലാസ് പാലം സമ്മാനിക്കുന്നത്. ട്രക്കിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും മഞ്ഞിൻ്റെയും പ്രകൃതി ഭംഗിയുടെയും വന്യത ആസ്വദിക്കാൻ പറ്റിയ മികച്ചൊരു ഓപ്ഷനാണിത്. ഇവിടെ നിന്നുകൊണ്ട് താഴത്തെ കാഴ്ചകൾ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.
ഗ്ലാസ് ബ്രിഡ്ജിലെ ആ മനോഹര കാഴ്ച കണ്ടതിന് ശേഷം ഞങ്ങൾ സിപ്പ് ലൈനിലും കേബിൾ കാറിലും കയറാനായി പോവുകയാണ്. ആദ്യമായി ഞങ്ങൾ കയറാൻ പോകുന്നത് സിപ്പ് ലൈനിലാണ്. അവിടേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. അതുതന്നെയാണ് ഒരു ടൂറിസത്തിൻ്റെ വിജയവും. സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ സിപ്പ് ലൈനിൽ പോവുകയാണ്. സിപ്പ് ലൈനിൽ പോയപ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷേ ഞങ്ങളവിടെ റൊട്ടേറ്റായി പോവുകയായിരുന്നു. അത് കാരണം വീഡിയോയും ചെറിയൊരു റൊട്ടേഷൻ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ സിപ്പ് ലൈനിൻ്റെ മറുകരയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ സൂര്യപ്രകാശം മേഘങ്ങൾക്കിടയിൽ കൂടെ മലനിരകളിൽ തൊട്ട് തലോടുന്നൊരു ഫീൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ആ വെളിച്ചം തട്ടുന്ന ഏരിയ നല്ല ബ്രൈറ്റായി കാണുന്നത്? ഞങ്ങളെ കൊണ്ടുപോകാനുള്ള കേബിൾ കാർ വന്നു. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി. ഈ കേബിൾ കാറിനെ നിയന്ത്രിക്കാനായി ഒരാളുണ്ട്. പുള്ളിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. സിപ്പ് ലൈനിലും കേബിൾ കാറിലും പോകുമ്പോൾ ഞങ്ങൾ എന്തുമാത്രം ഹൈറ്റിലാണുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? നേരത്തെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നും കണ്ട അതേ വെള്ളച്ചാട്ടമാണത്. ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ വന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം വീഡിയോ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ ദൂരെ കാണുന്ന ചെറിയ ബിൽഡിംഗ് കണ്ടോ? അതാണ് ഈ പാർക്കിൻ്റെ ടോയ്ലറ്റ്. അത് കുറച്ച് ദൂരമായി പോയെന്ന് എനിക്ക് തോന്നി. ഇവിടെയൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. അതിനാൽ കുറച്ച് നാൾ കഴിഞ്ഞ് വന്നു നോക്കിയാൽ ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ഇളം പുല്ലുകൾ പിടിപ്പിച്ച് അതിമനോഹരമാക്കാനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ കുറേ സ്പോട്ടുകൾ ഇവിടെയുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് മനോഹരമായ ഫോട്ടോസുകൾ എടുക്കാവുന്നതാണ്. ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്കുകൾ എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരുമെന്നാണ് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാസർഗോഡ് ടൂറിസത്തിന് ഇതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ഇവിടെയുള്ള എല്ലാ റൈഡിലും സഞ്ചാരികൾക്ക് കയറാവുന്നതാണ്. അതിനുള്ള ടിക്കറ്റ് നിരക്ക് എടുത്താൽ മതി. എല്ലാ സേഫ്റ്റിയും എക്യുപ്മെൻസും ഇട്ടതിന് ശേഷമാണ് എല്ലാ റൈഡിലും അവർ കയറ്റുന്നത്. അതിനാൽ സുരക്ഷിതമായി തന്നെ നിങ്ങൾക്ക് എല്ലാ റൈഡിലും കയറാവുന്നതാണ്. ദാ അടുത്ത ഐറ്റം. സാഹസികതയുടെ അറ്റവും കണ്ട് സൈക്കിൾ ഓടിക്കാൻ താല്പര്യമുള്ളവർക്കായി ഇവിടെ കേബിൾ സൈക്ലിങ്ങും ഉണ്ട്. സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പേടിക്കാതെ തന്നെ നിങ്ങൾക്ക് സൈക്ലിംഗ് ചെയ്യാവുന്നതാണ്. ഇത് 100% സുരക്ഷിതമാണ്.
സൈക്കിളും അത് ഓടിക്കുന്ന ആളും മുകളിലെ മറ്റൊരു കേബിളുമായി ശക്തമായ സുരക്ഷാ ബെൽറ്റുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കും. ഭൂമിയിൽ നിന്നൊക്കെ ഒരുപാട് ഉയരത്തിൽ വെറുമൊരു കമ്പിയിലൂടെ സൈക്കിൾ ചവിട്ടുക എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ത്രില്ലല്ലേ. അങ്ങനെ ഞാൻ സേഫായി എത്തി. എൻ്റെ ഫ്രണ്ടിനും സൈക്ലിംഗ് ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. അവനും സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം സൈക്ലിംഗ് ചവിട്ടാനായി പോവുകയാണ്. അവനൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇത്രയും ഹൈറ്റിൽ സൈക്കിളിൽ ചവിട്ടുമ്പോൾ. പക്ഷേ അവൻ ധൈര്യം സംഭരിച്ച് ചവിട്ടാൻ തയ്യാറായി. തുടക്കം ഒരു കുഴപ്പമില്ലാതെ അവൻ സൈക്കിൾ ചവിട്ടി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടെ സ്റ്റക്കായിപ്പോയി. എത്ര ട്രൈ ചെയ്തിട്ടും സൈക്കിൾ മുന്നോട്ടും പിന്നോട്ടും ഒന്നും പോകുന്നില്ലായിരുന്നു. കുറച്ച് പണിപ്പെട്ട് അവൻ പതിയെ അവസാനം സേഫായി അവിടെ ലാൻഡ് ചെയ്തു. അവനവിടെ സേഫായി എത്തിയതിന് ശേഷം സൈക്കിൾ അവിടുത്തെ സ്റ്റാഫ് തന്നെ മറുഭാഗത്തേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നെ അവൻ ഈ റൈഡിൽ കൂടെയാണ് പുറത്തേക്ക് വന്നത്. കാഞ്ഞങ്ങാട് നിന്നും പനത്തടി വഴി റാണിപുരത്തേക്ക് എത്താവുന്നതാണ്. കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം 45 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ട്രക്കിംഗ് ചെയ്യാൻ പറ്റാത്തവർ ആരും ഇനി വിഷമിക്കേണ്ടതില്ല. ഇനി ഫാമിലിയായി വന്ന് റാണിപുരത്ത് ഫുൾ ഓണായി അടിച്ചു പൊളിക്കാം. നല്ല വൃത്തിയുള്ള ബാത്റൂം സൗകര്യം ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്നും ഇറങ്ങി. അടുത്തൊരു കഫേ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നും കൂൾ ഡ്രിങ്ക്സ് കുടിച്ചതിന് ശേഷം ഞങ്ങളിവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.